സമീപകാലത്തൊന്നും നമ്മുടെ രാജ്യം കാണാത്ത അത്ര വലിയ പ്രതിഷേധമാണ് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിൽ ഒരുമിച്ച് കൂടിയ CJP പ്രവർത്തകർ നേരത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതുപോലെ പാർലമെന്റിന്റെ മൺസൂൺ കാല സമ്മേളനം തുടങ്ങുന്ന ഇന്ന് തന്നെ പാർലമെന്റിലേക്ക് മാർച്ച് തുടങ്ങി. അത് പ്രതീക്ഷിക്കാത്തത്ര വലിയ രീതിയിൽ നമ്മൾ മുമ്പ് കണ്ട സമരങ്ങളിലേതുപോലെ ഒന്നുമല്ല. അത് പാർലമെന്റിലേക്ക് തൊട്ടടുത്ത് വരെ എത്തി. സർക്കാർ സമരത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വിഷയമാണെന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സമരം ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ നിന്ന് രാവിലെ തുടങ്ങി ഒരുപാട് പേർ, പ്രതീക്ഷിച്ചതിലധികം പേർ, 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. കാലാവസ്ഥയോ മറ്റു വൻ ടൈറ്റ് സെക്യൂരിറ്റി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന് ഇതൊന്നും വകവെക്കാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ കാണണം ഈ സമയം? അതായത് ഈ ചലവ് സെൻസത് വലിയ രീതിയിൽ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പാർലമെൻറ്റിന് സമീപം വലിയ രീതിയിലൊരു സംഘടനത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് തോന്നുന്നത് ഇതിന് പല തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് അവലോകനം ചെയ്യപ്പെടുന്നത്. പാർലമെൻറ്റിനോടടുത്ത് ഇത്തരത്തിൽ വലിയ ജനപ്രതിഷേധം എത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു 2012 ഡൽഹിയിൽ ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം ഡൽഹി സാക്ഷ്യം വെച്ചതാണ്. അതോട് സമാനമായിട്ട് പിന്നീട് 27% OBC കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനപ്രതിഷേധം നമ്മൾ കണ്ടു. പിന്നെ നമ്മളിത് കാണുന്നത് അണ്ണാ ഹസാരയുടെ നിരാഹാര സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനുശേഷം ഒരു പക്ഷേ ഇത്ര വലിയ പ്രതിഷേധം അണ്ണാ ഹസാരയുടെ നിരാഹാര സമരമൊന്നും ഇങ്ങനെ ഇത്രയും ഇല്ല. പക്ഷേ എങ്കിലും ഡൽഹി കണ്ട വലിയ സമരങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഈ സമരങ്ങൾക്കൊക്കെ ഇപ്പുറത്ത് ഇന്ന് നമ്മൾ വലിയൊരു മാറ്റം കാണുകയാണ്. വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം, വലിയ കൂട്ടമായിട്ട്, ഒരുപക്ഷെ മുൻപെങ്ങും ഡൽഹി കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ രൂപപ്പെടുന്നു. നമ്മുടെ CA സമരകാലത്ത്, അതുപോലെ കർഷക സമരം ഉണ്ടായിരുന്ന കാലത്ത്, അന്നൊക്കെ ഇതുപോലെ ആളുകൾ ഡൽഹിയിൽ തെരുവിലിറങ്ങിയിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിന് ഇത്ര അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പാർലമെന്റിൻ്റെ പരിസരത്തേക്ക് എത്തുന്നു. ഈ വലിയ രാഷ്ട്രീയ കോർഡിനേഷനുള്ളത്. ഈ CJP എന്ന് പറയുന്ന പാർട്ടി വളരെ പുതിയൊരു പാർട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കർഷക പ്രക്ഷോഭത്തിലായിക്കൊള്ളട്ടെ, മറ്റ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വ്യവസ്ഥാപിത ഘടനകളുള്ള പാർട്ടികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ ഒരു പുതിയ പാർട്ടി, ഒരു പുതിയ നേതൃത്വം, ഒരു പുതിയ ആഹ്വാനം മുന്നോട്ട് വയ്ക്കുന്നു. അത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടത്, അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ സർക്കാർ അക്കൗണ്ടബിൾ ആവണം എന്നുള്ള ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വലിയ അർത്ഥമുണ്ട്. കാരണം സർക്കാർ പലപ്പോഴും പറയുന്നത്, പല ചോദ്യപേപ്പർ ചർച്ചയിലും, ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യമല്ല, ചില ആളുകളുടെ, നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഡെലിബറേറ്റായി ഉണ്ടായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അഴിമതികളോ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെയാണ് ഇത് കൊണ്ടുപോകാൻ ഏതാനും ചില ആളുകളെ കുരിശിൽ തറച്ചുകൊണ്ട് സർക്കാർ കൈ കഴുകാനാണ് ശ്രമിക്കുക. പക്ഷേ അങ്ങനെ പിലാത്തോസ് ആവാൻ വേണ്ടി സർക്കാരിനോ മന്ത്രിക്കോ സാധിക്കില്ല. ഇതിന് അക്കൗണ്ടബിൾ ആകണം എന്നതാണ് CJP ഉയർത്തുന്ന ഒരു ആവശ്യം. ആ ആവശ്യം ഒരു പക്ഷേ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. അത്ര എളുപ്പത്തിൽ അത് അംഗീകരിക്കാനാണ്. ഈ ആവശ്യം എത്രത്തോളം ന്യായമാണെന്നും നമ്മൾ പലതവണ പലരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം CJPയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച്, അവരുടെ സമര രീതികളെക്കുറിച്ചൊക്കെ തുടക്കം മുതൽ തന്നെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ടായിരുന്നു, ചില പ്രൊപ്പഗണ്ടകളുടെ ഭാഗമായിട്ട്. ഇന്നിപ്പോൾ ഈ സമരത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ ആം ആദ്മിയുടെ നേതാക്കൾ എത്തുന്നു, സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ എത്തുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തുന്നു, മുതിർന്ന നേതാക്കളെല്ലാവരും ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നേരിട്ടും ഒക്കെ പ്രതികരിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അപ്പോഴും CJPയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആദ്യം ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോഴും വ്യവസ്ഥാപിതമായി ഒരു ചട്ടക്കൂടില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുമ്പോൾ തന്നെ അവരുന്നയിക്കുന്ന ആവശ്യം ന്യായമാണ്. അവരുടെ നിലവിലുള്ള അവരുടെ ഉന്നയിക്കുന്ന അവരുടെ ലക്ഷ്യം അത് ന്യായമാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ഈ സമരത്തെ എന്തുകൊണ്ടും പിന്തുണക്കേണ്ടത്. അവിടെയാണ് ഇതിനകത്ത് വ്യവസ്ഥാ രാഷ്ട്രീയ പാർട്ടികൾ, നേരത്തെ ഇപ്പോൾ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഭയക്കുന്ന വലിയൊരു കാര്യമുള്ളത്. പലപ്പോഴും ഇത്തരത്തിലുള്ള
പുതുതലമുറ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള സമരങ്ങൾ, ഇപ്പോൾ നമ്മൾ അണ്ണാ ഹസാരയുടെ സമരം ഒരു സാമ്പിളായിട്ട് എടുത്താൽ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത്, അതിനെ കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ളത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. രാജ്യത്ത് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ജനക്കൂട്ടായ്മകൾ മുന്നോട്ട് വയ്ക്കുന്ന പല സമരങ്ങളെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്തൊരു ചരിത്രമുണ്ട്. കോൺഗ്രസ് പലപ്പോഴും അതിൻ്റെ ഒരു ഉപഭോക്താവാകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കെ തന്നെ ഈ പറയുന്ന CJP മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിന് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോട് പറയാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾ മറന്നു വെച്ചെടുത്തു നിന്നാണ് ഞങ്ങളിത് തുടങ്ങുന്നത് എന്ന് കൃത്യമായി വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. നോക്കൂ, കോൺഗ്രസ് ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അഭിജിത്ത് ദീപ്കയുടെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ ഡിബേറ്റ് ചെയ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. അഭിജിത്ത് ദീപ്കനെ കുറിച്ച് പല രീതിയിലും പല തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അതേക്കുറിച്ച് ഡിബേറ്റ് ചെയ്യപ്പെട്ടിരുന്നാൽ കുറേ നമ്മളത് ആ ചർച്ചയിലേക്ക് പോകേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ വളരെ സംശയാസ്പദമായി കണ്ടുകൊണ്ട് തന്ത്രപരമായിട്ട് കോൺഗ്രസ് അവരുടെ രീതിയിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഛാത്രോം കി ഗൂഞ്ച് എന്ന് പറഞ്ഞ രീതിയിൽ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റിന് നേതൃത്വം നൽകുന്നുണ്ട്. കുറച്ചുകൂടി ഡാറ്റ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതിലൊരു വ്യവസ്ഥാപിത രീതിയുണ്ട്. വലിയ സ്റ്റേജ്, അതിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നു, ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നു, വലിയ വിദ്യാസമ്പന്നരായ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നു. ഒരുപക്ഷെ വലിയ ജനപങ്കാളിത്തം പല സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതേസമയം ഇപ്പുറത്ത് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പലരും ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു AAP, CPIM പോലെയുള്ള പാർട്ടികൾ, അഖിലേഷ് യാദവ്, ഇങ്ങനെ പല ആളുകളും ഈ സമയത്ത് ഇതിൻ്റെ തുടക്കം മുതൽ പല ഘട്ടങ്ങളിലായി ഈ ആം ആദ്മി പാർട്ടിക്ക് CJPക്ക് അകമഴിഞ്ഞ് പിന്തുണയായിട്ട് രംഗത്ത് വരികയുണ്ടായി. പിന്നീട് കോൺഗ്രസ് ഒരു മൃദു സമീപനം ഇവരോട് സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും കോൺഗ്രസ് ഒരു പാരലായിട്ടൊരു സമരം കൊണ്ട് പോവുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പ്രതിപക്ഷം അതിശക്തമായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു. 2:30 ഇന്ന് ലോക്സഭ 2:30 വരെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ലോക്സഭയിലെ പ്രതിഷേധങ്ങൾ വഴിവെച്ചു. 4-ലധികം തവണയാണ് രണ്ട് സഭകളുമായി നിർത്തിവെക്കേണ്ടി വന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം പാർലമെൻറ്റിൽ നടക്കുന്നു. 2 സമരങ്ങൾ പാരലായിട്ട് പോകുന്നു. റോഡിൽ CJP യുവാക്കൾ, CJP എന്നല്ല അവരെ പറയേണ്ടത്, വിദ്യാർത്ഥികൾ, ഈ നാട്ടിലെ ഈ സർക്കാരിൻ്റെ വ്യവസ്ഥാപിതമായ നയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോൾട്ടി ആയിട്ടുള്ള നയങ്ങളുടെ ഇരകൾ പൊതു റോഡിൽ, പൊതുപാതകളിൽ പട്ടിണി കിടന്നും തല്ലുവാങ്ങിയും ഗ്രനേഡ് ഏറുകൊണ്ടും സമരം ചെയ്യുന്നു. അപ്പുറത്ത് പാർലമെൻറ്റിൽ പ്രതിപക്ഷം പാരലായിട്ട് ഇതേ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം സർക്കാരിനെതിരെ എത്തുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒക്കെ ആണെങ്കിലും നേരത്തെ നമ്മൾ ഈ പറഞ്ഞ 2 വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഇത് വലിയൊരു സമരമുഖമായി, പ്രതിപക്ഷ പാർട്ടികൾ കൂടെ ഉൾപ്പെട്ട വലിയൊരു സമരമുഖമായി സർക്കാരിനെതിരെ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. അതെ, ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ സമരത്തെ ഏറ്റെടുക്കുന്നില്ല എന്ന രൂപത്തിൽ തുടക്കം മുതലേ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവരുടെ വേദിയിലേക്ക് എത്തുന്നില്ല, ഇങ്ങനെ തുടങ്ങി. പക്ഷേ ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി ഇല്ലാതായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പവൻ ഖേര അടക്കമുള്ള നേതാക്കൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി ഇതിൽ നേരിട്ട് ഇടപെട്ട് ഇതൊരു കോൺഗ്രസ് ഇതിന് നേതൃത്വം കൊടുക്കാൻ മുൻനിരയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും BJP നയിക്കുന്ന സർക്കാരിനും ഈ സമരത്തെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാകുമായിരുന്നു. ആ ഒരു സാധ്യത അടയുക കൂടിയാണ് കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജിയിലൂടെ ചെയ്തതെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പാർലമെൻറ്റിന് പുറത്ത് ഇത്ര വലിയ സമരം നടക്കുന്ന സമയത്ത് രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലും ലോക്സഭയിലും പ്രതിപക്ഷം നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തും സർക്കാർ പ്രതിരോധത്തിലാണെന്ന് അച്ചട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന. ഇതിനകത്ത് ഇന്ന് രസകരമായ, ഞാനിതിൻ്റെ വീഡിയോകൾ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 1-2 രസകരമായ വസ്തുതകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊന്ന്, ഒരു ട്രക്ക് നിറയെ കല്ല് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഞങ്ങൾക്കിത് അറിയില്ല, വലിയൊരു ട്രക്ക് നിറയെ കല്ല് കൊണ്ട് വെച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് വിദ്യാർത്ഥികൾ ഒരു തച്ചുടച്ച കാറിൻ്റെ ഗ്ലാസ് തച്ചുടച്ചൊരു കാറിനെ ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥികൾ പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്തതല്ല, വളരെ അക്രമരഹിതമായൊരു സമരമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇത് ആരൊക്കെയോ ഞങ്ങളിൽ ഇത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തല്ലുന്ന പോലീസുകാരനോട് വീണ്ടും നിങ്ങൾ തല്ലിക്കോളൂ എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ തരത്തിലുള്ള സമരമാണ് ഇവർ നേതൃത്വം നൽകുന്നത്. അപ്പോൾ ആ സമരത്തിൻ്റെ എല്ലാ മെറിറ്റിൽ നിന്നുകൊണ്ടും നമ്മളതിനെ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ചിലതൊക്കെ ഗുരുതരമാണ് കേട്ടോ. കാരണം ആ രൂപത്തിൽ പോലീസുകാർ ലാത്തിച്ചാർജിലൂടെയും മറ്റും വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ, ഈ സമരം ഒരു വലിയ പോസിറ്റീവ് സൂചനയാണ്. അതായത് ജന്തർ മന്ദറിൽ ഒരുപാട് കാലങ്ങളായി പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ ജന്തർ മന്ദറിന് പുറത്തേക്ക് ഇന്നിപ്പോൾ മനീഷ് സിസോദിയ
ട്വീറ്റ് ഇട്ടിട്ടുള്ളത് ഇത് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ സമരക്കാർക്കിടയിലൂടെ നടന്നുകൊണ്ട് പറയുന്നത്, ജന്തർ മന്ദറിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ആളുകൾക്കുണ്ടായിരുന്ന, യുവാക്കൾക്കുണ്ടായിരുന്ന ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം പോയിട്ടുണ്ട്. ഒരു പോസിറ്റീവ് സൂചനയാണ്. അപ്പോൾ സടക്കോം ജബ് ഖാമോഷ് ഹോത്താ ഹെ തബ് സൻസദ് ആവാർ ഹോത്താ ഹെ എന്ന് പറയാറുണ്ട്. എപ്പോഴാണോ തെരുവുകൾ നിശബ്ദമാകുന്നത് അപ്പോൾ പാർലമെന്റൊക്കെ വെറും ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കേന്ദ്രങ്ങളായി മാറും. ഈ ജന്തർ മന്ദർ പാർലമെന്റിന് അപ്പുറം 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു രാവണൻകോട്ട ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രതിഷേധമൊക്കെ നടത്താം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പാർലമെന്റ് വളയും എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളുകൾ ഈ ജന്തർ മന്ദർ കിടന്ന് വളഞ്ഞ് കറങ്ങിയിട്ട് തിരിച്ച് ശാന്തമായിട്ട് അപ്പുറത്തൊന്ന് ചായയും കുടിച്ചിങ്ങോട്ട് പോരലാണ്. കാരണം അതിനപ്പുറത്തേക്കുള്ള പ്രതിഷേധം ഒരു പക്ഷേ വലിയ രീതിയിൽ ഗുരുതരമായ ഗൗരവമായി വീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. ഒരുപക്ഷെ സെക്യൂരിറ്റി ക്ലോസ് ഇപ്പോൾ കുട്ടികളുമായിട്ട് ഏറ്റുമുട്ടുന്നതിൽ ആർമി വരെയുണ്ട്. അതെ, CSFന്റെ സൈനികർ വരെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ നിൽക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങൾ പാർലമെന്റിന്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുട്ടികൾക്ക് നേരെ ലോഡഡ് ഗണ്ണുമായി നിൽക്കുന്ന സൈനികരെ കാണുന്നുണ്ട്. ഇത് നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കുട്ടികൾ എന്തിനും തയ്യാറായി മറ്റുള്ളവരെ പോലെ ഭയന്നുകൊണ്ട് തെരുവിൽ ഇറങ്ങുന്നവരല്ല. ഇവർക്ക് ധൈര്യമുള്ളവരാണ്, ഇവർക്ക് ലക്ഷ്യബോധമുണ്ട്. അതിനൊക്കെ അപ്പുറം ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്ന ഒരു കോർ ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ഒരു സുപ്രഭാതത്തിൽ ആരുടെയോ വിളി കേട്ട് ഇറങ്ങി വന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. നീറ്റ് മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ള വികാരമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ പ്രചോദനം നീറ്റിൽ നിന്ന് തുടങ്ങിയതാണെന്ന് മാത്രം ഞാൻ കരുതുന്നു. അത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നത് ഭാരതത്തിലെ, ഇന്ത്യയിലെ ഈ കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഇപ്പോൾ സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ പലപ്പോഴും ബജറ്റുകളിൽ മിഡിൽ ക്ലാസ്സിന് വേണ്ടി വലിയ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കാരണം ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വലിയൊരു വോട്ട് ബാങ്കാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള നികുതി ഇളവുകൾ തൊട്ടിട്ട് പല പദ്ധതികളും സർക്കാർ വളരെ ട്രിക്കി ആയിട്ടാണ് ഇത് കൊണ്ടുവരിക. അപ്പം ഈ സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളതും അത്തരം വിദ്യാർത്ഥികളാണ് നമുക്ക് കാണാം. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിൽ നിന്ന് വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ ജനസദസ്സുകളിലേക്കുണ്ട്. അപ്പോൾ അതിനൊരു കാരണം ഈ രാജ്യത്തെ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളിൽ ശ്വാസം മുട്ടുന്ന, അതിനോട് വളരെയധികം അസംതൃപ്തരായിട്ടുള്ള ഒരു ലാർജ് മാസ് ഓഫ് പീപ്പിൾ മിഡിൽ ക്ലാസ്സിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികളെ ഇളക്കി കൊണ്ടുവരുന്നത് ഒരു നീറ്റ് പ്രക്ഷോഭം മാത്രമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിനോട് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് രാജ്യത്ത് വളരെ കാലങ്ങളായി, കഴിഞ്ഞ കുറച്ച് നാളുകളായി, വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയോടുള്ള അതൃപ്തിയാണ്. ഒരു പക്ഷേ ഇതിനെ നമ്മൾ മുല്ലപ്പൂ വിപ്ലവമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്ന ഞാൻ ഒരിക്കലും. അതായത് ഇപ്പോൾ നീറ്റ് എന്ന് പറയുന്നത് ഇതിന് ചുരുക്കലാണ്. നീറ്റ് എന്ന് പറഞ്ഞ് ഈ സമരത്തെ ചുരുക്കാൻ പറ്റില്ല. നീറ്റ് അവർ പുനഃപരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ ഫലവും പ്രഖ്യാപിച്ചു, അഡ്മിഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷ ചോർന്നത് മാത്രമല്ല വിഷയം. ഇതുപോലുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, അവരുടെ ഭാവിയെ ആശങ്കപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ തുടർച്ചയായി സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അക്കൗണ്ടബിൾ ആക്കണം. അക്കൗണ്ടബിൾ ആയാൽ മാത്രം പോരാ, അതിന് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഈ ആവശ്യം അത്രയും ന്യായമാണെന്ന് മാത്രമല്ല, ഞാൻ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയും. ഇപ്പം ഈ നമ്മുടെ ജനാധിപത്യത്തിനകത്ത്, ഒരു ജനാധിപത്യമാകുമ്പോൾ അവിടെ പ്രതിഷേധങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ, പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ളവർ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നടത്താതെ ഒരു ഒരു ശൂന്യത നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമരത്തിൻ്റെ ഔട്ട്പുട്ട് എന്തോ ആവട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചോട്ടെ, രാജിവെക്കാതിരിക്കട്ടെ, ഇനി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സൈനിക വിഭാഗങ്ങളെ അടക്കം ഉപയോഗിച്ച് ഈ രാജ്യത്തെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെ അടിച്ചൊതുക്കട്ടെ, എന്തു തന്നെ സംഭവിച്ചാലും സമരത്തിൻ്റെ കാര്യത്തിൽ ഈ സമരം നടത്തിയതോടുകൂടി, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ഈ സമരം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചുവെന്ന് ഞാൻ പറയും. കാരണം അത് നമ്മുടെ ജനാധിപത്യത്തിൽ, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ശൂന്യത ഉണ്ടായിരുന്നു, അതിവിടെ നികത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശബ്ദമുയരുക തന്നെ ചെയ്യും. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജനതക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് അവരുടെ ശബ്ദം തിരിച്ചു കിട്ടി എന്നൊരു ബോധം എല്ലാവരിലേക്കും കൊണ്ടുവരാൻ ഈ സമരം സാധിച്ചിട്ടുണ്ട്. അത് ഈ സമരത്തിൻ്റെ വലിയൊരു വിജയം. അതിനൊപ്പം തന്നെ അത് പൂർത്തിയാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. അതായത് ഈ നമ്മുടെ നാട്ടിൽ ഇനിയും സമരങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എത്രയോ കാലങ്ങളായി ഇത്തരത്തിൽ ഒരു പ്രതിഷേധം കണ്ടിട്ട്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ പല തരത്തിലുള്ള ക്രാക്ക് ഡൗണുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റക്കക്ഷിയായി ഉയർന്നു വന്ന രാജ്യത്തെ ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊയിലേഷനെ, ഒരു സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്ത് സമരങ്ങളൊന്നും വെല്ലുവിളിയായി ഉയർന്നു വന്നിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നമ്മുടെ ജനാധിപത്യത്തിൽ സമരങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം, ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ത്യയുടെ ജനാധിപത്യം ഒരു വേറിട്ട ഒരു ജോൺറയായിട്ട് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ സമരങ്ങൾക്ക്
ഒരു പ്രസക്തി കൈവന്നിരിക്കുന്നു. സമരങ്ങൾ നടത്താനുള്ള സാധ്യതകൾ നമ്മുടെ ജനാധിപത്യത്തിൽ അവശേഷിക്കുന്നു എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഓർമ്മിപ്പിക്കുന്നതാണ് നിലവിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം. നിങ്ങൾക്ക് സമരം ചെയ്യാനും നിങ്ങൾക്ക് അനീതിക്കെതിരെ തെരുവിലിറങ്ങാനും തെരുവ് കത്തിക്കാനും മാത്രം അവകാശം തരുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷകരമാണ്. കാരണം ഇതൊന്നുമില്ല എന്ന് നമ്മൾ കരുതി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു വേറിട്ട ഓർമ്മപ്പെടുത്തലാണ്. നോക്കൂ, നിങ്ങളുടെ ജനാധിപത്യത്തിന് ഇനിയും ഇത്തരം സാധ്യതകളൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആധിയുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. അമിത്ഷാ ഇന്ന് ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ഒരു മെറിറ്റിൽ നിന്നുകൊണ്ടാണ് ഈ സമരത്തെ നമ്മളൊക്കെ കാണുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലും ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറി ചിന്തിക്കാൻ അവഗണിച്ചിട്ടുന്നൊരു സമരമാണ്, അതെ, അവഗണിച്ച് തള്ളിയിരുന്നൊരു സമരമാണ്. ഇതൊന്നുമല്ലാന്ന് കരുതാൻ അവിടെയാണ് രാവിലെ കേന്ദ്ര ഏജൻസികൾ, ഇന്റലിജൻസ് ഏജൻസികൾ പോലും കരുതിയിരുന്ന 5000 പേരെയാണ്. അവിടെയാണ് 12,000-ൽ പരം ആളുകൾ തടിച്ചുകൂടി എത്തുന്നത്. എന്നിട്ട് സ്ഥലങ്ങളിൽ ഇനി ആളുകൾ നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഡൽഹിയിൽ ഇപ്പോൾ വെക്കേഷൻ കാലമാണ്, കനത്ത ചൂടാണ്, യൂണിവേഴ്സിറ്റികളിൽ അടക്കം വെക്കേഷനാണ്. മഴയും ഇന്ന് മഴ പെയ്തിട്ടുണ്ട്. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഇതൊരു അവധിക്കാലമല്ലായിരുന്നുവെങ്കിൽ ഇതിനിരട്ടി ആളുകൾ അവിടെ ഒത്തുകൊണ്ടായിരുന്നു. കാരണം സർവകലാശാലകളിലാണ് ഇത്തരം സമരങ്ങൾക്ക്, ഡൽഹിയിൽ നടക്കുന്ന പല സമരങ്ങൾക്കും അതിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷൻ കാണാറുള്ളത് സർവകലാശാലകളിലാണ്. ഇപ്പോൾ സർവകലാശാലകളെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സമരം ആ ഒരു തലത്തിലേക്ക് പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? അപ്പം ആ ഒരു തലത്തിൽ നോക്കും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഇതിൻ്റെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻ്റർനെറ്റ് ജാമർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ദൃശ്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ഗോഡി മീഡിയകളെ ലൈവായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ യുവാക്കൾ. അത് ശ്രദ്ധയിൽപ്പെട്ടെന്നറിയില്ല. കാരണം അവിടെ അതിനകത്ത് വന്നിരുന്നു കൊണ്ട് പ്രൊപ്പഗണ്ടകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഗോഡി മീഡിയയുടെ റിപ്പോർട്ടർമാരെ അത് ലൈവായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് തിരിച്ച് ചോദ്യം ചോദിച്ച് അവരവിടെ നിന്ന് ജനക്കൂട്ടത്തിൽ അപഹാസ്യരാക്കി പറഞ്ഞു വിടുന്ന ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വൈറലാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ കരുതുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറയെ കുറിച്ചൊരു തെറ്റായ ധാരണയുണ്ട്. ഈ പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവരും അനാർക്കിസം അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളാണെന്നും അപൊക്കമതികളാണെന്നും അവർക്ക് ഈ രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടുള്ളതല്ലെന്നും അവർ ചിന്തിക്കുന്നില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്, ഒരു രാഷ്ട്രീയ നിലപാടാണ്. അവർ ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ റോഡിൽ കിടന്ന് അടികൊള്ളുന്നത്. അവർക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ അവരുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ പാകത്തിന് പുതിയ തലമുറയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ പാകത്തിന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ടെന്നും എത്രത്തോളം രാഷ്ട്രീയ പക്വതയുണ്ടെന്നും എന്നുള്ളൊരു കാര്യമാണ് അവിടുത്തെ പ്രശ്നം. അതായത് നമ്മൾ നേരത്തെ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു, AIP-നെ കുറിച്ച് പറഞ്ഞു, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറഞ്ഞു, ഈവൻ BJP-നെ കുറിച്ച് പോലും നമുക്ക് പറയാം. ഈ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ നിലപാടുകളെ അവർ കൃത്യമായിട്ടൊരു വിഷയം ഉന്നയിച്ചാണ് സമരം ചെയ്തത്. ആ രാഷ്ട്രീയ നിലപാടിനെ അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും എത്രത്തോളം ആക്സസിബിലിറ്റി, എത്രത്തോളം സ്പേസ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്ന് നോക്കുമ്പോഴാണ് പാലിന് മുകളിൽ വെണ്ണ എന്ന് പറയുന്ന പോലെ ഇവരിങ്ങനെ മാറി നിൽക്കുകയാണ്. ഈ ആളുകളെ ഉൾക്കൊള്ളുന്നിടത്തോളം കാലം, ഇത്തരം പ്രതിഷേധങ്ങളോട് സമരസപ്പെടുന്നിടത്തോളം കാലം, ഇത്തരത്തിൽ പ്രതിഷേധങ്ങളോട് ഐക്യദാനപ്പെട്ട് ഇവർക്കൊപ്പം നിലയുറപ്പിക്കാൻ പറ്റാത്തിടത്തോളം കാലം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം യുവജന കൂട്ടായ്മകളും തമ്മിലുള്ള അകലം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇനിയിപ്പം ഒരു ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കാണ്. ഇന്ത്യ ബ്ലോക്കിന് വരെ ചിന്തിക്കേണ്ട, പുനർവിചിന്തനം നടത്തേണ്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള വലിയ മാസ് മൂവ്മെൻറ്റുകളെ ഉൾക്കൊള്ളാൻ പാകത്തിന് ആശയപരമായിട്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായില്ലെങ്കിൽ, ഞങ്ങളുടേതായ രീതിയിൽ സമരം കൊണ്ടായിട്ട് ഈ നാട്ടിലൂടെ മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗുരുതരമായിട്ടുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഞാനിതിനെ മുല്ലപ്പൂ വിപ്ലവമായിട്ടോ നവവസന്തവുമായിട്ടോ ഒന്നും കമ്പയർ ചെയ്യുന്നില്ല. ഇത് പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു വ്യവസ്ഥിതിക്കെതിരെ അല്ലെങ്കിൽ ഒരു തെറ്റായ നിലപാടിനെതിരെയുള്ള ഒരു വലിയ യുവജന കൂട്ടായ്മയാണ്. ഈ യുവജന കൂട്ടായ്മയെ ഉൾക്കൊള്ളാൻ, ഇതിൻ്റെ ആശയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, ഇതിനെ ഉൾക്കൊള്ളാൻ, സ്വയം ഇതിനെ പ്രതിനിധീകരിക്കാൻ നമ്മുടെ പാർട്ടികൾക്കാവണം. അങ്ങനെ ആവാത്തിടത്ത് നിന്നുമാണ് ഇത്തരത്തിലുള്ള പുതിയ സമരമുഖങ്ങൾ തുറക്കപ്പെടുന്നത്. തീർച്ചയായും അതുകൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. തീർച്ചയായും അങ്ങനെ ആ ഒരു നിഗമനത്തോടു കൂടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഏതായാലും ഈ സമരം വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്, നന്നായി ഉലച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. കാരണം പാർലമെൻറ്റ് നാളത്തേക്ക് പിരിച്ചുവിടുക വരെ ഉണ്ടായി. നരേന്ദ്രമോദി വെറും 2 വാഹനങ്ങളുടെ എസ്കോർട്ടോടു കൂടി
പുറത്തു പോകുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി പേടിച്ചോടി എന്ന രൂപത്തിൽ അതിനെ പരിഹസിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അവരെ ലാത്തി കൊണ്ടും കണ്ണീർ വാതകം പ്രയോഗിച്ചും അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഗുണകരമാവില്ല എന്ന് ഉറപ്പാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തലമുറയാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻസൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.